കണ്ണൂർ ഇരിട്ടി ചെന്തോട് പാലത്തിന്റെ തൂൺ ഭാഗികമായി പൊളിച്ചു നീക്കി തുടങ്ങി. കേരള റോഡ് ഫണ്ട് ബോർഡ് നടത്തിയ പരിശോധനയിൽ തൂണിന്റെ ലെയറുകളിൽ ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊളിച്ചു മാറ്റിയത്. കണ്ണൂർ ഇരിട്ടിയിലെ പാലപ്പുഴ ചെന്തോടിൽ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ തൂണിനാണ് ബലക്ഷയം കണ്ടെത്തിയത്. നിർമ്മാണം പൂർത്തിയായ തൂൺ ഭാഗികമായി പൊളിച്ചുമാറ്റണമെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവിനെ തുടർന്ന് പുതുതായി നിർമ്മിച്ച തൂൺ പൊളിച്ചുമാറ്റൽ ആരംഭിച്ചു. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് റോഡ് ഫണ്ടിൽ നിന്ന് 49.39 കോടിയാണ് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന പാലം പൊളിച്ചുമാറ്റിയാണ് 12 മീറ്റർ വീതിയിൽ 2 തൂണുകളിലായി പുതിയ പാലം നിർമ്മിക്കുന്നത്. മഴയ്ക്ക് മുമ്പ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. കരാറുകാരന്റെ അനാസ്ഥ മൂലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയതോടെയാണ് തൂണിന്റെ ബലക്ഷയം കണ്ടെത്തിയിരിക്കുന്നത്. പഴയ പാലം പൊളിച്ച ഭാഗത്ത് നിർമ്മിച്ച താൽക്കാലിക റോഡിൽ പുഴയിലെ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം കുറച്ചുനാൾ തടസ്സപ്പെട്ടിരുന്നു. തൂണിന് ബലക്ഷയം കണ്ടെത്തിയതോടെ പാലത്തിന്റെ നിർമ്മാണം ഇനിയും വൈകും. തൂണിന്റെ പൊക്കത്തിൽ നിന്നും 90 സെന്റിമീറ്ററും 12 മീറ്റർ വീതിയിലും പൊളിച്ചു നീക്കാനാണ് ഉത്തരവ്. ഇരു തൂണുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി കരാറുകാരൻ നടത്തിയ പരിശോധനയിൽ ബലക്ഷയത്തെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് നടത്തിയ പരിശോധനയിൽ തൂണിന്റെ അവസാന ലെയറുകളിൽ ബലക്ഷയമാണെന്ന് കണ്ടെത്തി. ഇത് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി കരാറുകാരൻ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സഹായത്തോടെ നടത്തിയ മൂന്നാമത്തെ പരിശോധനയിലും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതോടെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചത്. ഇതോടെയാണ് തൂൺ ഭാഗികമായി പൊളിച്ചു നീക്കാനുള്ള നടപടി തുടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.